എന്നാലും നെവർ മൈൻഡായിട്ട് വിടും. ഞാൻ വിചാരിച്ചെന്താ പറയുക, പ്രാക്ടിക്കലിന് സൈന് കിട്ടിയില്ലെങ്കിൽ അയ്യോ ആ 4 മാർക്ക് കിട്ടിയില്ലെങ്കിൽ എൻ്റെ ജീവിതം പൂച്ചി. ഞാൻ 60 മാർക്കിനുള്ള ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് ആ 4 മാർക്ക് കിട്ടാത്തതിന് സങ്കടം. അങ്ങനെ ഫുള്ള് ലാബിൻ്റെ പിന്നാലെ പാഞ്ഞ് പിന്നെ അങ്ങനെ ക്രിസ്മസ് ഓണമൊക്കെ പോയി. പക്ഷെ അതൊക്കെ നെവർ മൈൻഡായിട്ട് വിട്ടു. പിന്നെ ജനുവരി ആയപ്പോഴാണ് എനിക്ക് കുറച്ച് അന്തം വന്നത് പഠിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ജനുവരിയിൽ നിന്ന് പഠിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഒരു ട്രാക്കിൽ കയറി വരുമ്പോഴാണ് ലാബിൻ്റെ പ്രാക്ടിക്കൽ ലാബിൻ്റെ മോഡൽ എക്സാം ആ സാധനം തുടങ്ങി. അപ്പോൾ ഞാൻ അയച്ചു ഇതിപ്പോൾ ഒരാഴ്ച കൊണ്ട് കഴിയല്ലോ, അടുത്ത ആഴ്ച പഠിക്കാം. അങ്ങനെ ലാബിൻ്റെ എക്സാം കഴിഞ്ഞു, മോഡൽ കുഴപ്പമില്ലാതെ കഴിഞ്ഞു. പിന്നെ 2-3-4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ലാബിൻ്റെ പ്രാക്ടിക്കൽ മെയിൻ എക്സാം വന്നു. അപ്പം ഞാൻ പബ്ലിക് എക്സാം വന്നു ലാബിൻ്റെ. അപ്പോഴും ഞാൻ ബുക്ക് തിയറി ഒന്നും പഠിച്ചില്ല, ഫുൾ ലാബിൻ്റെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഈ ലാബൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഫെബ്രുവരി 15 പിന്നെ ഒരു 6-7 ദിവസം കഴിഞ്ഞാൽ തന്നെ മോഡൽ എക്സാം തുടങ്ങും. അപ്പോൾ എനിക്ക് പഠിക്കാൻ സമയമില്ല, ഞാൻ അതുവരെ ഒന്നും പഠിച്ചിട്ടില്ല. അതിലേക്കൊരു ടെൻഷൻ കയറി. പക്ഷെ എന്ത് സംഭവിച്ചാൽ പഠിക്കാതിരിക്കുമ്പോൾ ലാബിൻ്റെ എക്സാമിന് കുറേ പൊട്ടത്തരം കാട്ടിച്ചനെ. ഫിസിക്സൊക്കെ എന്തൊക്കെയോ കാട്ടിച്ച്. ഞാൻ അന്നൊന്നും ചെയ്യാത്തൊരു ഒരു ലാബ് ഉണ്ടായിരുന്നു, എന്തിൻ്റെ പേര് കിട്ടുന്നില്ല. ആ സാധനയ്ക്ക് വന്ന് ഞാൻ ഇതുവരെ ചെയ്യാതിക്ക് ഒരിക്കലും കിട്ടില്ല വിചാരിച്ച ആ സാധനയ്ക്ക് വന്ന് എന്നിട്ട് ഞാനവിടെ എക്സാം ആളും സമയത്ത് കാട്ടി നിൽക്കില്ല. പക്ഷെ ആ ടീച്ചർ എന്നെ സഹായിച്ചു. എൻ്റെ ടീച്ചർ കേട്ടോ, അവിടുത്തെ ടീച്ചറല്ല. എന്നിട്ട് എനിക്ക് പേടിയോ പഠിക്കുമ്പോഴൊക്കെ ഫിസിക്സൊക്കെ പോയി 10 മാർക്ക് കിട്ടുള്ള ഞാൻ പേടിച്ച് നിൽക്കുന്നു. അങ്ങനെ അന്നും ഞാൻ ടെൻഷൻ അടിച്ചാണ്ട് പഠിച്ചില്ല. പബ്ലിക് എക്സാമിൻ്റെ സമയത്തൊന്നും എനിക്ക് ഒരു കൂസലുമില്ല, ഫുൾ ടൈം ഫോൺ. അന്നാണ് എപ്പോഴേക്ക് ഫോണും കിട്ടിയിട്ടോ, പുതിയ ഫോൺ വാങ്ങി തന്നു ശുഭലക്ഷണം. അങ്ങനെ എനിക്ക് ഫോണും കിട്ടിയപ്പോൾ ഞാൻ അപ്പോഴൊന്നും പഠിക്കില്ല. എക്സാമും കഴിഞ്ഞ് ഇപ്പോൾ പബ്ലിക് എക്സാമിൻ്റെ ലാസ്റ്റ് ഇംഗ്ലീഷ് ആയിരുന്നു. അന്നൊക്കെ എനിക്ക് ഭയങ്കര ആനന്ദമായിരുന്നു. ഇനി പഠിക്കേണ്ട 3 മാസം വീട്ട് വെറുതെ തിരിക്കുക എന്നുള്ള ഇതിലായിരുന്നു. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞു, വീട്ടിലങ്ങനെ വെറുതെ ചടഞ്ഞു കൂടിയിരുന്നു. അപ്പം എനിക്ക് +1ൻ്റെ മാർക്ക് ഞാൻ മുമ്പേ നോക്കിയിട്ട് മാർക്ക് കുറഞ്ഞില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനി +2ൻ്റെ മാർക്ക് നോക്കിയിട്ട് മാർക്ക് കുറയണ്ട. അപ്പോൾ +2ൻ്റെ മാർക്ക് ലിസ്റ്റേ നോക്കാൻ പോയില്ല. അങ്ങനെ റിസൾട്ട് കഴിഞ്ഞ ആഴ്ച വന്നു. സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ മാർക്കുണ്ട്. +2ലേക്ക് മാർക്ക് കൂടിയിരുന്നു കേട്ടോ, പഠിച്ചില്ലെങ്കിൽ എങ്ങനെ കൂടി, ലാബിൻ്റെ തോന്നുന്നു എനിക്ക് കൂടി. അപ്പോൾ എനിക്ക് 82% എങ്ങാനുണ്ട്. അപ്പോൾ എനിക്ക് +2 സയൻസ് എടുത്താലേ ഞാൻ സിവിൽ സർവീസിനെ കുറിച്ച് ആലോചിച്ചിട്ടേ ഉണ്ടായില്ല. അപ്പോൾ എനിക്കിപ്പോൾ നീറ്റിന്